കേരളത്തിൽ വരുമ്പോൾ BJPയുടെ നാവായി മാറുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നൊരു അനുഭവമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഉടനീളം BJPക്ക് പുതിയ പുതിയ ആയുധങ്ങൾ നൽകുന്നതും അവരെ പിന്തുണയ്ക്കുന്നതുമാണ്. ഇതുവരെ പൗരത്വ ഭേദഗതി നിയമം പോലെയുള്ള ഏറെ ഗൗരവമായ പ്രശ്നങ്ങളിൽ BJP വിമർശിക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാണിച്ചിട്ടില്ല. ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ കരട് പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ കരട് പത്രികയിൽ നിന്ന് അത് ഒഴിവാക്കിയത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ എല്ലാം നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ആ പത്രത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി, അന്വേഷണ ഏജൻസികൾ 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആ രൂപത്തിൽ ED കൈകാര്യം ചെയ്യുന്നില്ല? നാം കാണേണ്ടത്, കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ത്രിപുരയിലെ ഇലക്ഷനിൽ ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി. അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതേ അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ വിമർശനം ശരിയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം ത്രിപുരയിൽ പ്രസംഗിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാനുള്ളൊരവസരവും ഇത്തരം അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു എന്ന ഏറ്റവും ശക്തമായ വിമർശനത്തിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കവുമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷം എക്കാലത്തും ഈ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയെ 52 മണിക്കൂർ ED ചോദ്യം ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഇത്രയും ചോദ്യം ചെയ്തിട്ട് എന്താ ഇവർ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമല്ല ഇടതുപക്ഷം ഉന്നയിച്ചത്. ആ ചോദ്യം ചെയ്യലും രാഷ്ട്രീയ പ്രേരിതമാണ്, അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കലാണ് എന്ന ശരിയായ തിരിച്ചറിവോടുകൂടിയുള്ള വിമർശനമാണ് ഇടതുപക്ഷം ഉന്നയിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ പോലെ ഇന്ത്യ എന്ന രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടവും അതിന് BJP ഉപയോഗിക്കുന്ന ആയുധങ്ങളെ മനസ്സിലാകാതെ എന്ന മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണവും എല്ലാ മതനിരപേക്ഷ ജനാധിപത്യവാദികളെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ, മുഖ്യമന്ത്രി വർഗീയവാദിയാണ് എന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തിന് തന്നെ ചേരുന്നതാണ്. മുൻ ABVP നേതാവാണ് ശ്രീ രേവന്ത് റെഡ്ഡി. ABVPയിൽ നിന്ന് തെലുങ്ക് ദേശത്തിൽ വന്ന് അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ ഒരാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. RSS പറഞ്ഞിട്ടാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നത്, അത് BJPയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ആര് പറഞ്ഞിട്ടാണ് ABVP നേതാവായ ശ്രീ രേവന്ത് റെഡ്ഡി ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ നടന്ന സംഭവം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. മദർ തെരേസയുടെ ആ ചിത്രങ്ങൾ പോലും അടിച്ചു തകർക്കുന്ന രൂപത്തിലേക്ക് സ്കൂളിലേക്ക് നടന്ന ആക്രമണം. അപ്പോൾ ആ സംഭവത്തിൽ ശരിയായ രൂപത്തിൽ കേസ് ചാർജ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ BJP ഭരണം ഇരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാളും മോശമായ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം അടക്കുന്ന ഒരിടമായി തെലങ്കാനയെ മാറ്റി തീർത്ത ശ്രീ രേവന്ത് റെഡ്ഡിക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നത്. അപ്പോൾ BJPക്കെതിരെ ശരിയായ രൂപത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ NDAക്കെതിരെ ഇപ്പോൾ ഇന്ത്യ സഖ്യം ചെറുതെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സഖ്യം എന്ന നിലയിലാണ് തുടക്കത്തിലൊക്കെ പോയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നേർക്കുനേർ ഇങ്ങനെ ആരോപണ പ്രചാരണങ്ങൾ വരുന്നത് എങ്ങനെ ഈ മുന്നണിയെ സാധാരണ വോട്ടർമാർ വിശ്വസിക്കും? അത് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ് എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കണം. ഇപ്പം നിങ്ങൾ പത്രപ്രവർത്തകർ എന്ന നിലയിൽ എല്ലാം ശ്രദ്ധിക്കുന്നവരായിരിക്കുമല്ലോ. ഒന്നാമത്തെ ഫേസ് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. പശ്ചിമ UP, മധ്യപ്രദേശ്, ബീഹാർ. രാഹുൽ ഗാന്ധി എത്ര തവണ പോയി? രാജീവ് സർദേശായിയുടെ തന്നെ ട്വീറ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലാണോ BJPക്ക് എതിരെയുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ട ഭൂമി എന്നാണോ രാഹുൽ ഗാന്ധി ധരിച്ചിരിക്കുന്നത് എന്ന് ദേശീയ തലത്തിൽ തന്നെ പലരും ചോദിക്കുകയാണ്.
ആകെ കഴിഞ്ഞ 9-ാം തീയതി 2 യോഗങ്ങളിൽ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഭൂമിയാണല്ലോ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലെയും ബീഹാറിലെയും BJPയുടെ സീറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രചാരണ രംഗത്ത് ഇറങ്ങേണ്ട രാഹുൽ ഗാന്ധി ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇത് ആദ്യത്തെ അനുഭവമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 റൗണ്ട് ഉണ്ടായിരുന്നു, 7 ഘട്ട തെരഞ്ഞെടുപ്പായിരുന്നു. 5-ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രചരണത്തിന് ഇറങ്ങിയത്. അപ്പോൾ ഒരു തരത്തിലും BJPക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കി ഇടപെടാൻ രാഹുൽ ഗാന്ധി കഴിയുമില്ല. അദ്ദേഹം കേരളത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ കേരളത്തോടൊപ്പം തന്നെ കർണാടകയിൽ 1-ാമത്തെ ഫേസ് ഇലക്ഷൻ നടക്കുന്നുണ്ട്. കർണാടകയിൽ ഇപ്പോൾ പല പ്രഡിക്ഷൻസും വരുന്നുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ തവണ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി സർക്കാർ രൂപീകരിച്ചതിന് ശേഷമാണ് 2019 കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് 28-ൽ ഒറ്റ സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി, 26 സീറ്റ് BJPക്ക് കിട്ടി. ഇവിടെ ആര് ജയിച്ചാലും BJPക്കെതിരെ നിൽക്കും. ഞങ്ങളാണെങ്കിൽ BJPക്കെതിരെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. അപ്പോൾ കർണാടകയിൽ 1 സീറ്റ് മാത്രമുള്ള കോൺഗ്രസിൻ്റെ സീറ്റ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ഇവിടെ സമയം ചെലവഴിക്കുകയാണോ വേണ്ടത്, കർണാടകയിൽ സമയം ചെലവഴിക്കുകയാണോ വേണ്ടത്? അദ്ദേഹം UPയിൽ ഇപ്പോൾ ഒരു ഇന്ത്യ എന്ന സംവിധാനം ഒരു ആത്മവിശ്വാസം പകരുമ്പോൾ UP ഏറ്റവും കൂടുതൽ സീറ്റ് UPയിലാണല്ലോ, 80 സീറ്റ്. ബീഹാർ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണല്ലോ. അതുപോലെ മധ്യപ്രദേശിൽ കമൽനാഥ് മത്സരിക്കുമ്പോഴത്ത് ഒരു ശക്തമായ മത്സരം ഉണ്ട് എന്ന് പറയുന്നിടത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സും പോയിട്ടില്ല. ഒരു ദിവസം രാഹുൽ ഗാന്ധി ഏപ്രിൽ 9-ന് പോയി ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സായി കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ആരും അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവരും കേരളത്തിലേക്ക് വരികയാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കേരളത്തിൽ ഇവരാരെ പരാജയപ്പെടുന്നത് BJP ആണോ? BJP ശക്തമായി നിൽക്കുന്നിടത്ത് പോകാതെ കേരളത്തിലേക്ക് വരുന്നത് BJPക്ക് സഹായം ചെയ്യലാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ ഒരു പ്രാദേശിക മേധാവിനെ പോലെ BJPയുടെ നാവായി മാറുന്നു എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരെ ഞെട്ടിപ്പിക്കുന്നൊരു അനുഭവമാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ആരെങ്കിലും മിസ്ലീഡ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെയുള്ള ദേശീയ നേതാക്കളുള്ള സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ നേരത്തെ തിരഞ്ഞെടുക്കുന്നതും ഇപ്പോൾ വീണ്ടും അവിടെ തന്നെ മത്സരിക്കുന്നത് അത് അവരുടെ പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷെ നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നാണല്ലോ നിൽക്കുന്നത്. അവിടെ CPIMന് 2 സിറ്റിംഗ് സീറ്റുണ്ട്. അതിൽ കോയമ്പത്തൂർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുകയാണ്. അവിടെ മുന്നണിയെ നയിക്കുന്നത് DMK ആണ്. DMK പറഞ്ഞു ഞങ്ങൾ ആ പോരാട്ടം നയിക്കാം. CPIM മറ്റൊരു സീറ്റിൽ മത്സരിക്കണം. ഞങ്ങളുടെ സീറ്റ് എടുക്കല്ല, 5 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് അവർ ജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് 1 CPIMന് നൽകി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ DMK നേരിട്ട് മത്സരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയോ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ നിൽക്കുമോ എന്ന് പോലും ഉറപ്പിച്ച് പറയാതെ BJPക്കെതിരെ നിൽക്കുമെന്ന് ഏറ്റവും ശക്തമായ ഒരു നിലപാടുള്ള ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ കേരളത്തിലേക്ക് വരികയാണ്. എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം ഇതുവഴി, ഏത് രാഷ്ട്രീയ സന്ദേശമാണ് അദ്ദേഹം ഇതുവഴി നൽകുന്നത്? അപ്പോൾ കേരളത്തിലെ ഏതൊരു കോൺഗ്രസ് കോക്കസിൻ്റെ കീഴിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. ദേശീയ താല്പര്യം, ഇന്ത്യ എന്ന ഈ രാജ്യത്തെക്കുറിച്ച് ഉത്കണ്ഠകൾ അതൊന്നും ഈ അതിർത്തി, വാളയാർ അതിർത്തി ഇങ്ങോട്ട് കിടന്നാൽ അദ്ദേഹത്തിന് അലട്ടുന്നേയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ട ഭാഗം. ഇതിപ്പോൾ സതീശൻ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ മൗത്ത് പീസായിട്ട് മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. കാരണം BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനാണ്, അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഭാഗമാക്കാനുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായും ഈ BJP ആരെ ഭരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭയപ്പാടുണ്ട് ഇതിൽ? ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിലെ വിവിധ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇപ്പോൾ കെജ്രിവാൾ ജയിലിലാണ്, ഹേമന്ത് സോറൻ ജയിലിലാണ്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തി. അത് ഏറ്റവും ശക്തമായ പ്രശ്നമാണ്. അവനിപ്പോൾ ആര് ദുർബലപ്പെടുത്തി? നരേന്ദ്രമോദിക്ക് ത്രിപുരയിൽ പ്രസംഗിക്കാൻ ആയുധമാര് കൊടുത്തു? രാഹുൽ ഗാന്ധി. അപ്പോൾ ആരാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ മൗത്ത് പീസ്? കേരളത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നതായിരിക്കാം എങ്കിൽ അദ്ദേഹം ഒരു പക്വതയുള്ള മേധാവാണെങ്കിൽ മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? പ്രധാനമന്ത്രിക്കും BJPക്കും പറയുന്നതിനുള്ള ഒരു ആയുധവും പ്രതിപക്ഷമാകെ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വളരെ ഗൗരവമായ പ്രശ്നത്തെ ദുർബലപ്പെടുത്തുന്ന സഹായവും കോൺഗ്രസ് കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, PDC പറഞ്ഞിരുന്നു CPIM
ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്, അതിന് തെളിവുണ്ടെന്നുള്ളത്. ഇതിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. ദേശീയ താല്പര്യം, ഇന്ത്യ എന്ന ഈ രാജ്യത്തെക്കുറിച്ച് ഉത്കണ്ഠകൾ അതൊന്നും ഈ അതിർത്തി, വാളയാർ അതിർത്തി ഇങ്ങോട്ട് കിടന്നാൽ അദ്ദേഹത്തിന് അലട്ടുന്നേയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ട ഭാഗം. ഇതിലിപ്പോൾ സതീശൻ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ മൗത്ത് പീസായിട്ട് മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. കാരണം BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനാണ്, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായിട്ടാണെന്ന രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായും ഈ BJP ആര് ഭരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയപ്പാടുണ്ടോ ഇതിൽ? ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിലെ വിവിധ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ കെജ്രിവാൾ ജയിലിലാണ്, ഹേമന്ത് സോറൻ ജയിലിലാണ്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തി. അത് ഏറ്റവും ശക്തമായ പ്രശ്നമാണ്. അവനിപ്പോൾ ആര് ദുർബലപ്പെടുത്തി? നരേന്ദ്രമോദിക്ക് ത്രിപുരയിൽ പ്രസംഗിക്കാൻ ആയുധമാര് കൊടുത്തു? രാഹുൽ ഗാന്ധി. അപ്പോൾ ആരാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ മൗത്ത് പീസ്? കേരളത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ചെയ്യുന്നതായിരിക്കാം. എങ്കിൽ അദ്ദേഹം ഒരു പക്വതയുള്ള നേതാവാണെങ്കിൽ മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? പ്രധാനമന്ത്രിക്കും BJPക്കും പറയുന്നതിനുള്ള ഒരു ആയുധവും പ്രതിപക്ഷമാകെ ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വളരെ ഗൗരവമായ പ്രശ്നത്തെ ദുർബലപ്പെടുത്തുന്ന സഹായവും കോൺഗ്രസ് കേരളത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, PD സതീശൻ പറഞ്ഞിരുന്നു CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്, അതിന് തെളിവുണ്ടെന്നുള്ളത്. അപ്പോൾ CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടോ, അതിന് തെളിവുണ്ട്? ഇത് നമ്മൾ പബ്ലിക് ഡൊമൈനിലില്ലേ? സുപ്രീം കോടതിയുടെ ജഡ്ജിമെൻറ്റ് പബ്ലിക് ഡൊമൈനിലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷി CPIM ആണ്. CPIMന് ഇന്ന് സീതാറാം യെച്ചൂരി പ്രസംഗം കേട്ടത് നിങ്ങളൊരു ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CPIMന് ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടോ എന്ന ചോദ്യം ഒരു ഘട്ടത്തിൽ വന്നു. കാരണം മറ്റ് സംഘടനകളാണ്, സന്നദ്ധ സംഘടനകളാണ്. അപ്പോൾ അതിൽ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ കാര്യം സീതാറാം യെച്ചൂരി ഇന്ന് ഉദ്ധരിക്കുകയുണ്ടായി. അത് കോടതി റിപ്പോർട്ട് ചെയ്ത ആളുകൾക്കും അറിയാം. ഇന്ത്യയിൽ ഈ ബോണ്ട് വാങ്ങിക്കാത്തൊരു പാർട്ടി CPIM ആണ്. അതുകൊണ്ട് അവർക്ക് ഇത് ചോദ്യം ചെയ്യാൻ പൂർണ്ണമായിട്ടുള്ള ലോക്കൽ സ്റ്റാൻഡ് ഉണ്ട്. അതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നന്നായിരിക്കും. നമ്മൾ ഓരോ സ്ഥാനത്തിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നന്നായിരിക്കും. രാഹുൽ ഗാന്ധി CM-നെതിരെ ഉയർത്തുന്ന വിമർശനം, പ്രത്യേകിച്ച് എന്തുകൊണ്ട് ജയിലിൽ അടച്ചില്ല എന്നുൾപ്പെടെയുള്ള വിമർശനം തിരുത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടാകുന്ന നിലപാടിലേക്ക് CPM മാറുന്നു. ഇത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസ് അതാദ്യം പരാതി കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. സൊസാദി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജയിലിലടച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഡൽഹി ഘടകത്തിൻ്റെ ചോദ്യം, കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ് ഓരോ പ്രദേശത്തും അവരവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നത് ആരെ? ഇപ്പോൾ നോക്കൂ, നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ, ആസാം മുഖ്യമന്ത്രി അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നല്ലോ. ശാരദാ ചിറ്റ് സ്കാം വന്നു, അദ്ദേഹം നേരെ അപ്പുറത്തേക്ക് പോയി. ഇപ്പോൾ നോക്കൂ, അശോക് ചവാൻ്റെ കണ്ടില്ലേ? അശോക് ചവാൻ്റെ തന്നെ ഇവിടെ മുൻ പ്രതിപക്ഷ മേധാവ് ശ്രീ രമേശ് ചെന്നിത്തല പേരെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷ്ണുനാഥ് MLA പരസ്യമായി പറഞ്ഞില്ലേ, എനിക്ക് ജയിലിൽ കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, കരഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഭയപ്പാട് അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന സംവിധാനം വിവിധ സംസ്ഥാനങ്ങളിൽ BJPക്കെതിരെ വരുന്നു എന്നത് നല്ല ആത്മവിശ്വാസം ജനങ്ങൾക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടതാണ് BJPയുടെ സീറ്റ് കുറയ്ക്കണം, BJPക്ക് എതിരെയുള്ള പാർട്ടികളുടെ സീറ്റ് കൂട്ടണം. അതിനെ എവിടെ കേന്ദ്രീകരിക്കണം? അതിലിപ്പോൾ കേരളത്തിൽ BJPക്ക് സീറ്റില്ല, ഇവിടെ കുറയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ LDFും UDFും BJPക്ക് എതിരാണ്. UDF എവിടെ നിൽക്കും അവിടെ ചെല്ലുമ്പോൾ എന്ന സംശയം ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എവിടെ രാഹുൽ ഗാന്ധി കേന്ദ്രീകരിക്കണം? എവിടെ ഈ നേതൃത്വം കേന്ദ്രീകരിക്കണം? ഒന്ന് UP. എന്തുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ പ്രധാനമന്ത്രി വരുമ്പോൾ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അവിടെ സീറ്റ് കുറയും നോർത്തിൽ. ഇവിടെ വോട്ടെങ്കിലും കൂട്ടാൻ പറ്റുമോ? ഇതാണ് BJP നോക്കുന്നത്. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയെങ്കിൽ അവർ UP കേന്ദ്രീകരിക്കണം. മഹാരാഷ്ട്ര നല്ലൊരു അന്തരീക്ഷം വരുന്നുണ്ട്, അവിടെ കേന്ദ്രീകരിക്കണം. ബീഹാർ ഈ നിതീഷിൻ്റെ ഇതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ റാലിയിൽ പോലും പങ്കെടുപ്പിക്കുന്നില്ല വാർത്തകൾ വരുന്നു, മോഡി റാലിയിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കണ്ടന്റ് ഉണ്ട്, അതിനുവേണ്ടി അവിടെ കേന്ദ്രീകരിക്കണം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ദക്ഷിണേന്ത്യയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ സംസ്ഥാനം ഒന്ന് കർണാടകയും മറ്റൊന്ന് തെലങ്കാനയുമാണ്. 2 സ്ഥലത്ത് അവരാണ് ഭരിക്കുന്നത്, അവിടെ അല്ലേ കേന്ദ്രീകരിക്കേണ്ടത്? ദേശീയ രാഷ്ട്രീയം വിട്ടാൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കേരളത്തിൽ LDFന്റെ സീറ്റ് കുറയ്ക്കുമോ? അല്ല, LDFന്റെ സീറ്റ് കൂട്ടാനാണ് സാധ്യത. കാരണം ഇവർ BJPയുടെ നാവായി മാറുന്നു എന്നറിയുമ്പോൾ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്തുകൊണ്ട് അവനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കുന്നില്ല?
ഏത് പ്രശ്നത്തിലാണ് കോൺഗ്രസിന് വ്യക്തമായൊരു നിലപാടുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 52 പേര് ആകെ കോൺഗ്രസിന് ജയിച്ചുള്ളൂ. ഇപ്പോൾ 46 ഉള്ളൂ അവശേഷിക്കുന്ന ലോക്സഭയിൽ. നേരത്തെ കോൺഗ്രസ് പ്രധാന പാർട്ടിയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പല പാർട്ടികളൊന്നു മാത്രമാണ് കോൺഗ്രസ് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയണം. ഇവിടെയല്ല BJPക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം ഇന്ത്യയിൽ നടക്കുന്നത് കേരളത്തിലാണ് എന്നൊരു അബദ്ധ ധാരണയിൽ രാഹുൽ ഗാന്ധിയെ പോലൊരാൾ നിൽക്കുന്നു എന്നുള്ളത് എത്രമാത്രം പരിഹാസ്യമാണ്.